ായ മുഴുവൻ കലാ ആസ്വാദകർക്കും ഈ ഒരു മനോഹരമായ സായാഹ്നത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഓണ ആശംസകൾ. തിരുവോണം ഇന്നലെ കഴിഞ്ഞെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഓണത്തിന്റെ ആ ഒരു ഒഴുക്കിൽ തന്നെയാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ കാഴ്ചയാണ് ഇത്തവണ കേരളമെമ്പാടും അല്ലെങ്കിൽ മലയാളികൾ ലോകത്തിലെ അംഗനവാടികൾ തൊട്ട് സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ ഓഫീസുകൾ, പ്രൈവറ്റ് ഓഫീസുകൾ എന്ന് വേണ്ട സകല ഇടങ്ങളിലും ഇത്തവണ നടന്ന ഓണാഘോഷങ്ങളുടെ വലിമ തന്നെ എടുത്തു നോക്കിയാൽ നമ്മൾ ഓണം എത്രത്തോളം മിസ് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന്റെ എല്ലാം ഒരു പകവീട്ടൽ എന്നോണമാണ് മലയാളി ഇത്തവണ ഓണത്തെ നെഞ്ചേറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇന്നിവിടെ ഈ പ്രോഗ്രാം ആസ്വദിക്കാനെത്തിയിട്ടുള്ള ഈ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലെ വിവിധ നാടുകളിൽ നിന്നെത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വ്യത്യസ്തരായിട്ടുള്ള നിരവധി കലാകാരന്മാർ, കലാകാരികളെല്ലാം പെർഫോം ചെയ്യുന്ന ഒരു വേദിയാണ്. അപ്പൊ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒരു 3-4 കോമഡി സ്കിറ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിന്റെ ഇടയിൽ ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാൻസ് പ്രോഗ്രാം, മാജിക്, ഇതെല്ലാം ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും ഒരു നല്ല കയ്യടി, കണ്ണൂരിന്റെ ഹൃദയം ചേർത്ത് വെച്ച ഒരു കയ്യടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞങ്ങളുടെ കൂടെ ഈ കോമഡി ഷോയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തി കഴിഞ്ഞ 30 വർഷത്തിലേറെയായി കേരളത്തിന്റെ മിമിക്രി വേദികളിലുള്ള ഒരു വ്യക്തിയാണ്. കോഴിക്കോട് സ്വദേശിയാണ്. നിരവധിയായ പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്ത് എല്ലാവരും, കലാകാരന്മാർ പ്രത്യേകിച്ച്, വീട്ടില് പണിയൊന്നുമില്ലാതെ, വേദികളില്ലാതെ ഇരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പോക്കർ കയുടെ അൽക്കുൽത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതായത് ആനുകാലിക വിഷയങ്ങൾ എടുത്തുകൊണ്ട് നിരവധി വിഷയങ്ങൾ നിരവധി ദിവസങ്ങളിലായി ഏകദേശം 300 എപ്പിസോഡുകൾ ഇപ്പോൾ അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പത്മ എന്ന ചിത്രത്തിൽ അനൂപ് മേനോന്റെ ജ്യേഷ്ഠനായി മനോഹരമായൊരു കഥാപാത്രം മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു കലാകാരനാണ്. നിങ്ങൾക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനിൽ ബേബി കോഴിക്കോട്. അനിൽ ബേബി. കോമഡി സീരിയലുകൾ, അതായത് മീഡിയ 1 ചാനൽ സംപ്രേഷണം ചെയ്ത ഏറെ ഹിറ്റായ ഒരു കോമഡി സീരിയലായിരുന്നു MIT മൂസ. MIT മൂസ എന്ന ആ ഒരു പരിപാടിയിൽ മൂസയുടെ അളിയൻ ഷുക്കൂർ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സ്വീകരണ മുറികളിലെ പ്രിയപ്പെട്ടവനാവുന്നത്. അതിനു മുമ്പ് കാലിക്കറ്റ് ബിഫോർ യു എന്ന് പറയുന്ന പേരിൽ ഞങ്ങൾ മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവലിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്ന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സ്കിറ്റുകളിലൂടെ സമ്മാനിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. നല്ലൊരു ചിത്രകാരനാണ്, പാട്ടുകൾ എഴുതുന്ന വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ CT കബീർ. ഓരോ വേദികളിലും, അതായത് ഒരു പ്രോഗ്രാം അവതാരകനാവണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് കൊമേഡിയൻ ആവണമെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഒരു 4 അടിപൊളി പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ അതും ഏറ്റെടുക്കുന്ന ഒരു കലാകാരനാണ്. നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. മലയാള ചലച്ചിത്ര വേദിയിലും കുഞ്ഞു വേഷങ്ങളിലൂടെ തെളിഞ്ഞു വരുന്ന ഒരു പ്രതിഭയാണ്. കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള മഹേഷിനെ നിങ്ങൾക്ക് വേണ്ടി വേദിയിലേക്ക് പരിചയപ്പെടുത്തുന്നു. മഹേഷ്. എന്തായാലും നമ്മളിങ്ങനെ കുറച്ചാളുകളെല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു കലാവിരുന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ സാധാരണ ഈ കയ്യടിക്കണേ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം കയ്യടി ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല. അത് ഒരു ആസ്വാദകൻ കണ്ടറിഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിരുന്നാലും ചില സദസ്സ് തണുത്തിരിക്കുമ്പോൾ ഒന്ന് ഊർജം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് പറയാറുള്ളത്, കയ്യടിക്കണേ എന്ന് പറയാറുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നത്തൂത്തിരിക്കുന്ന മാതിരി കുത്തിരിക്കുന്നത്, നിങ്ങളോട് ഇപ്പൊ ആരും ഇങ്ങടെ വന്ന് കുത്തിരിക്കാൻ പറഞ്ഞത്? പരിപാടി തുടങ്ങാൻ ആൾക്കാർ വന്നു. ഞാൻ അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങനെ ഉദ്ഘാടനമൊന്നുമില്ല. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ കാണാനേട്ടാ.
ആര് പറഞ്ഞു നിങ്ങളെ വിശിഷ്ടാതിഥി? എന്നോട് വിളിച്ചിട്ട് വന്നാ ഞാൻ. അല്ല, നിങ്ങളല്ല വിശിഷ്ടാതിഥി. നമ്മളെ മറ്റേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഹരീഷ് ഇല്ലേ, പെരുമണ്ണ? അത് ഓനോ? ആ, ഓൻ പടി വന്നോ? അതെ. അയ്യയ്യ, ഓൻ എന്നാ ഈ പേരിന പട്ടിയിൽ ചേർന്ന് ഓൻ എന്നാ സിനിമ നടനായത്? അതാ അല്ല, എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഓനോട് എത്ര ദേഷ്യോ? ഏടോ, ഓൻ സിനിമയിൽ രക്ഷപ്പെടാതെ കാരണം ഞാനാ. ആര്? ഞാനല്ലോ അവനെ രക്ഷപ്പെടുത്തിയേ. നിങ്ങളോ? പിന്നെ അതെങ്ങനെയാണോ? നമ്മളെ കോമഡി ഫെസ്റ്റിവലിലൊക്കെ അവതരിപ്പിച്ച് സ്കിറ്റുകളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ സിനിമയെ കിട്ടി, അങ്ങനെയല്ലേ? ഓൻ ആ സിനിമയില് ചാനലിന്റെ അകത്ത് എന്തൊക്കെയോ കോപ്രായം കാണിച്ച് അവസാനം സിനിമയിൽ എത്തിപ്പെട്ടു. ആ, സിനിമയിലെത്തി. സിനിമയിലെത്തിയിട്ട് ഇപ്പൊ നാട്ടുകാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഹരീഷ് പെരുമണ്ണാന്ന് പേരിട്ട്. ആ, പെരുമണ്ണ, കോഴിക്കോട് പെരുമണ്ണക്കാരനാണ്. എന്നിട്ട് ഓൻ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല. പിന്നെ ഇപ്പം വീട്ടുകാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് മേനോൻ, നമ്പ്യാര്, നായര്, കുറുപ്പ് ഇതൊക്കെ ഇട്ടു. എന്നിട്ട് എവിടെ രക്ഷപ്പെടുന്നേ? അവിടെ രക്ഷപ്പെട്ടില്ല. അവിടെ രക്ഷപ്പെട്ടില്ല. അവസാനം ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ പണ്ടും വന്നിരുന്നു. അതിനകത്ത് നെഹ്റു ആണ് വന്നത്. ഇതിന്റെ അകത്ത് ഈ ചെക്ക് ഹരീഷ് ഇപ്പൊ വന്ന് ഇറങ്ങി. എന്റെ കാൽക്കൽ ഒരു ഒറ്റ വീഴ്ച. നിങ്ങളാരാ, ഗുരുവായൂരപ്പനോ? നിങ്ങളെ കാൽക്കൽ വീഴ? എന്റെ അടുത്ത് പറയാനേ, കാണാനായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിന്ന് രക്ഷപ്പെടുത്തണം, ഞാൻ രക്ഷപ്പെടില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പോ മറ്റേ വീടിന്റെ മുകളിലൊക്കെ എഴുതിയൊക്കെയല്ലോ, മുത്തപ്പൻ, ശ്രീ മുത്തപ്പൻ, കണ്ണൂർ ഭാഗത്തൊക്കെ എഴുതിയൊക്കെ മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം. പിന്നെ തീർച്ചയായിട്ടും അതേമാതിരി ഈ എന്റെ ഹരീഷ് എന്നുള്ള പേരിന്റെ കൂടെ കണാരനും കൂടി കുട്ടിക്കോന്ന്. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അമ്പോ, അങ്ങനെ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഓസ്ട്രേലിയ പോയപ്പോ അവിടെയുണ്ട്. അത് ഞാൻ അറിയോ? ഓസ്ട്രേലിയ ഞാൻ ഓസ്ട്രേലിയ പോയി. ഞാൻ മുഖ്യാതിഥി അവിടെ. അത് ശരി, നല്ല രസമായിരുന്നു പോക്കൊക്കെ. ഒന്നും പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വിമാനത്തിലാ പോയത്. പിന്നെ അല്ലാണ്ട് ഓസ്ട്രേലിയക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പൊ വിമാനത്തിൽ ഞാൻ ചൈന വൻമതിലിന്റെ മുകളിലെത്തിയപ്പോ, ഓസ്ട്രേലിയ പോകാൻ എന്തിനാണെന്ന് ചൈന വൻമതിലിന്റെ മുകളിലൂടെ പോണത്? ഓസ്ട്രേലിയ വേറെ തന്നെ റൂട്ടല്ലേ? ഏടാ, ഞാൻ ഈ ചെക്കല്ലേ പൈലറ്റ്, എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചൈന വൻമതിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ഒന്ന് വിടുന്നു. അങ്ങനെ ഈ ചൈന വൻമതിലിന്റെ മുകളിലെത്തിയപ്പോ ഇതിനൊരു തകരാറ്. ഇങ്ങക്കോ? എനിക്കല്ല, വിമാനത്തിന്. എനിക്കിപ്പോ നിങ്ങൾക്ക് ഒരു തകരാറുള്ള മാതിരിയാ തോന്നുന്നത്. തമാശയിലെ കാര്യം പറയാ. അങ്ങനെ മതിലിന്റെ മുകളിൽ ആകാശത്തിൽ സാധനം നിന്നുപോയടോ. വിമാനാണ് നിന്നുപോയി. ഒരൊറ്റ കുട്ടികളെ ഇറങ്ങി നോക്കില്ല, ഇനി എന്താ തകരാറ് നോക്കണ്ടേ? ശരിയാ. അവസാനം ഞാൻ ബാക്കത്തെ വാതിൽ തുറന്ന് ഞാൻ ഇറങ്ങി. നിങ്ങൾ ഈ ആകാശത്തിന് വിമാനത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞ എവിടെ ഇറങ്ങിയത്? ഞാനവിടെ ഒരു മേഘം ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കണ്ടേ, ഞാൻ ആ മേഘത്തിന്റെ മുകളിലേക്ക് മെല്ലെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഞാനൊരു ഒറ്റ തള്ളല. എന്റെ ഒരൊറ്റ തള്ളലോണ്ട് ഈ വിമാനം ഓസ്ട്രേലിയയിലേക്കാണ്ട് പോയി. അതുണ്ടാവുമല്ലോ, നിങ്ങളൊരൊറ്റ തള്ളു മതി. ഞാൻ ഈ മേഘത്തിന്റെ മുകളിൽ ഒറ്റപ്പെട്ട് മേഘരൂപനായിട്ട് ഇങ്ങനെ നിൽക്കുക. മേഘരൂപനോ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് മറ്റേ ഇവണ്ട് ഗിറ്റാറും വായിച്ചു വരുന്നത്. ആര്? നാരദൻ. ഗിറ്റാറോ? അല്ല, ഗിറ്റാർ വീണയും വായിച്ചിട്ട് നാരദൻ വരുന്നു. ഞാൻ അപ്പൊ തന്നെ നാരദനോട്, ആ വായിച്ചോ, അനക്ക് വീണ വായന എനിക്ക് പ്രാണവേദനാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ടു. അങ്ങനെയാണ് പഴഞ്ചലുണ്ടായത്. എന്നിട്ട് അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിട്ടോ. എങ്ങനെ എത്തി? എടാ, ഈ മേഘം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമല്ലോ, മേഘം ഇങ്ങനെ ആകാശത്ത് കൂടി പോയി കറക്റ്റ് ഓസ്ട്രേലിയയിൽ ആ ഓഡിറ്റോറിയത്തിന് മുന്നിൽ മഴ ആയിട്ടാണ് പെയ്ത്. അങ്ങനെ ഞാൻ താഴത്തെത്തി. മേഘം പെയ്തിട്ട് നിങ്ങൾ അവിടെ എത്തിയോ? ഞാൻ അവിടെ എത്തി. പരിപാടിയിൽ പങ്കെടുത്ത് ഈ ഓസ്ട്രേലിയ കണ്ടുപിടിച്ച ഞാനാണല്ലോ. അതും നിങ്ങളാ? ഓസ്ട്രേലിയ കണ്ടുപിടിച്ച നിങ്ങളൊന്നല്ല, വേറെ ഏതോ ആളാ. ഇപ്പൊ ഗൂഗിൾ അടിച്ചാൽ അല്ലടോ, ഞാനാ കണ്ടുപിടിച്ചേ. എങ്ങനെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് കേരളത്തിലൊരു ജീവിന്റെ ശല്യം, ഭയങ്കര ശല്യം. നമ്മള് മറ്റേ ഈ പോക്കറ്റിൽ കുട്ടിയിലിട്ടുണ്ടാക്കുന്ന ഒരു ജീവില്ലേ, കങ്കാരു. ആ കങ്കാരുന്റെ ശല്യം കേരളത്തിലോ? കേരളത്തിൽ ഇത് കൃഷി നശിപ്പിക്കുക. അങ്ങനെ മങ്ങാട്ടച്ഛൻ, പാര്യത്തച്ഛൻ, പെരുന്തച്ഛൻ, പള്ളിയിലച്ഛൻ, ഇന്റെ അച്ഛൻ, സമൂരി രാജാവ്, പിന്നെ ഇത്തച്ഛൻ, അങ്ങനെ ഒരുവിധം എല്ലാ അച്ഛന്മാരും, അങ്ങനെ എല്ലാരും കൂടി ഇന്റെ വീട്ടിൽ വന്ന് ഞാൻ ചോദിച്ചു എന്തേന്ന്. ചാരട്ട് അതിന്റെ ശല്യം, കങ്കാരിന്റെ ശല്യം സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈറ്റകളൊക്കെ കൂടി ഒരു തോണിയിലാക്കി കയറ്റിയിട്ട് ഞാൻ പോവുക, തോണി കഴിഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പൊ ഉണ്ട് ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഞാൻ ഈ സ്ഥലത്തേക്ക് ഈറ്റലാണ്ട് ഇറക്കി വിട്ട്. ആ സ്ഥലമാണ് ഓസ്ട്രേലിയ. അത് ശരി. അപ്പൊ നിങ്ങളാണ് കങ്കാരുവിനെ ശരിക്കും അവിടെ കൊണ്ടുപോയി. അല്ല, ഈ ഓസ്ട്രേലിയന്റെ കഥ പറഞ്ഞപ്പോഴേ നിങ്ങൾ ഏതായാലും അവിടെ പോയല്ലോ. അവിടെ നമ്മൾ ഈ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ബൂമറാങ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? എന്റെ പുരയുണ്ടോന്ന്? നിങ്ങളെ വീട്ടിലോ? എന്റെ വീട്ടിലുണ്ട് ബൂമറാങ്. ബൂമറാങ്ങോ? ശരിക്കും പറ. ദാശായനി എന്റെ ഭാര്യ
ഞാൻ എവിടേക്കാ കൊണ്ടാക്കി ഓളെ വിട്ടാൻ വരില്ല പിന്നെ രാജാന്റെ അടുത്ത് ഞങ്ങൾ ഇപ്പൊ ബൂമറാക്കിയില്ലേ? അല്ല എന്തായാലേ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഏതായാലും ഞാൻ ഉദ്ഘാടനം ചെയ്താട്ടെന്നല്ല. അപ്പൊ ഞാൻ വന്ന ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എനിക്ക് തിരക്കുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചോണ്ടിരിക്കുക തിരുവനന്തപുരത്ത്. ആര്? പിണറായി വിജയൻ സാറോ? നിങ്ങളെയോ? എന്തിന്? കേരളയിലെ ചർച്ചയ്ക്ക്. കേരളയിലുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? കേരളയിലുമായിട്ട് നിങ്ങൾക്ക് എന്താണ്? കേരളയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള റെയിൽ അല്ല, ഇത് ശരിക്കും കണാരൻ റെയിലാണ്. തമാശയല്ല. എന്തിനാണെന്ന് ആരോ മുഖ്യമന്ത്രി വിളിച്ചെന്നോട് ചോദിച്ച് ഞാൻ കേരളയിൽ ഒരു സംഭവം തുടങ്ങാൻ പോകുന്നുണ്ട്, ഈ റെയിൽ നിങ്ങളെ പേരിടുന്നു. അങ്ങനെ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ റെയിൽവേറ്റ് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അങ്ങനെ എന്റെ പേരിടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സ്ഥാനമോ പ്രശ്നവും താല്പര്യമില്ല. നിങ്ങൾ വേറെ എന്താ ചട്ടോളിന്ന്. അവസാനം 30 കാല് പിടിച്ചിട്ടൊരു ഒറ്റ ചോദ്യം, ഞങ്ങൾ എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കേരളയിലായത്. അതെ. അല്ല, ഇതിപ്പോ നിങ്ങളെ നിർബന്ധിക്കണമെങ്കിൽ എന്തെങ്കിലും കാണാണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നിരിക്കും. എന്നോട് ഇതിന്റെ തലപ്പത്ത് നിൽക്കാൻ എന്തിനാന്ന് തീവണ്ടിയായിട്ട് എന്താ ബന്ധം? ഈ ഇതില്ലല്ലോ, കാസർഗോഡ് നിന്ന് എത്ര സമയം കൊണ്ടാ തിരുവനന്തപുരത്ത് എത്തുക? ഇപ്പൊ പറയുന്ന കണക്ക് പ്രകാരം 3 മണിക്കൂർ 40 മിനിറ്റ് അല്ലേ? ഈ കാസർഗോഡ് നിന്ന് ഞാനൊരു തള്ളാണ് തള്ളിക്കഴിഞ്ഞത് 10 മിനിറ്റോളം തിരുവനന്തപുരത്ത് എത്തും. അപ്പൊ തിരിച്ചിങ്ങോട്ട് ആര് തള്ളൂ? അതിന് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചു. ഒന്നും പറയാനില്ല, ഒന്നും എനിക്കിപ്പോ ഒന്നും പറയാനില്ല. അല്ല ഞാൻ ഇനിയിപ്പോ അല്ല ഒരുപാട് ഇത് അത് കഴിഞ്ഞിട്ട് മറ്റേതുണ്ട്, വട്ടമേശ സമ്മേളനത്തിന്റെ 150-ാം വാർഷികം. വട്ടമേശ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുത്തുണ്ടോ? പിന്നെ വട്ടമേശ സമ്മേളനം 150-ാം വാർഷികം ആരോ വട്ടമേശ സമ്മേളനത്തിൽ ഡൽഹൌസി പ്രഭു ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞാന് വല്ലഭായി, മോത്തിലാല്, താജിയത്തു, അങ്ങനെ ഒരുവിധ ആൾക്കാർ മുഴുവൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പണ്ട് വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞിട്ടൊരു ചതുരമേശ. എനിക്കങ്ങോട്ട് ദേഷ്യം കണ്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു വട്ടമേശ സമ്മേളനത്തിലല്ല നിങ്ങൾ വിളിച്ച്, പിന്നെ ചതുരമേശ ഇങ്ങനെ വട്ടമേശ സമ്മേളനം ആവുക, ചതുരമേശ സമ്മേളനമായി പോലെ. അങ്ങനെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വരും. ഞാൻ പറഞ്ഞു ഒരു ഉള്ളിയും ചുറ്റി ഇങ്ങോട്ട് എടുത്തോളിയത്. അങ്ങനെ ഞാനിത് വെട്ടി വട്ടത്തിലാക്കി മേശ. അങ്ങനെ സമ്മേളനം എല്ലാ പണി നിങ്ങൾക്ക് അറിയാം. പെരുന്തച്ചനും നിങ്ങൾ ഇനിയാന്നാണ്ട് പറഞ്ഞാളോ? അല്ല, എനിക്കൊരു സംശയം. അന്ന് ഇപ്പൊ അത് ചതുരമേശയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ അപ്പൊ ചതുരമേശ സമ്മേളനം പഠിക്കേണ്ടി വരില്ലേ? അതും ശരിയാണ്. അത് ശരി. അപ്പൊ അതൊക്കെ നിങ്ങളെ കാലാണ് 150-ാമത്തെ വാർഷിക. നിങ്ങൾക്ക് അപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ അടുത്ത ചിങ്ങം വന്നതിന് 88 വയസ്സാണ്. കണക്ക് അങ്ങോട്ട് ശരിയാവില്ലല്ലോ കാണാനായിട്ട്. കണക്ക് ശരിയാക്കി എന്തൊരു അക്കൗണ്ടന്റോ? ഞാൻ കണക്ക് അവിടെ കൂട്ടി കുത്തി നിൽക്കി വേറെ പണിയില്ല. ഞാൻ പൊട്ടനാല്. ഓണത്തിന്റെ സമയമാണ്, നല്ലൊരു കച്ചവടം ഉണ്ടാക്കി തരണേ. ഷോപ്പ് തുറക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് വരുന്ന ആള് തന്നെ നല്ലൊരു കൈനീട്ടം തരണം. ഭഗവാനെ തുടങ്ങട്ടെ. കൂറമുട്ടായി, കൂറമുട്ടായി. അത് നിങ്ങൾ കണക്ക് ബോധിപ്പിച്ചേ പറ്റും, തീർച്ചയായിട്ടും. അതെ അതെ അതെ. കൂറമുട്ടായി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു വര വരച്ചാ മതി. അതെ, കൂറമുട്ടായി ഒരു വര വരച്ചാ മതി. ഹലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വര വരച്ചാ മതി. ഒരാളോട് ഫോൺ ചെയ്ത് ഞാൻ ഇപ്പം അങ്ങനെ വീഡിയോ തുറന്നിട്ടേ ഉള്ളൂ. പീഡിയ ലുലുമാള് തുറന്നിട്ടാണല്ലോ. പീഡിയ തുറന്നിരിക്കുക. നിങ്ങൾക്ക് ലുലുമാള് മാത്രമേ കണ്ണു പിടിക്കുള്ളൂ. ഞാനിത് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചോളി, സംസാരിച്ചോളി, കുഴപ്പമില്ല. ഇല്ല, സംസാരിച്ചോളി. കൂറമുട്ടായി ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, മനസ്സിലായോ? അതിനിപ്പോ ഞാൻ ഇവിടെ വിട്ടു പോകണോ സാറേ? അല്ല, എനിക്ക് അറിയാൻ ചോദിക്കുക. ഞാൻ എത്രയോ കാലങ്ങളായി രാവിലെ ഇവിടെ വരും, ഇതിങ്ങനെ വിൽക്കും, കച്ചവടം ചെയ്യും, ഞാൻ അങ്ങനെ പോകും. നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് വെച്ചിട്ട് എനിക്കിപ്പോ കച്ചവടം നിർത്തേണ്ട കാര്യം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഇത് വേണോ? ഇത് വേണോ? എന്താ സാധനം? ഊറമുട്ടായി ഒരു വര വരച്ചാ മതി. ആർക്ക്? ഊറ അവിടെ ഇതാവും. ചാവോ? ചാവ് നിൽക്കൂ. പുറത്തുനിന്ന് ചാവൂ? നിൽക്കൂ, അവിടെ നിൽക്കൂ. എന്താ 10 റുപ്യ. ഓഫീസിൽ ഭയങ്കര പുറശല്യം. ഗവൺമെന്റ് ഓഫീസായിരിക്കും അല്ലേ? അല്ലേ, ഗവൺമെന്റ് ഓഫീസല്ലേ? ഈ ഫയലിന്റെ ഇടയിൽ ഇങ്ങനെ ഓടി കളിക്കൂല്ലേ അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുത്തൂടെ എന്ന് ജനങ്ങളെ ശാപമായി കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. എന്ത് രീതി? ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്. എന്ത് തട്ടിക്കളിക്കുക? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫയലുകളൊക്കെ പെട്ടെന്ന് തീർപ്പായി കൊടുക്കാൻ. ഞാനൊരു കംപ്ലൈന്റ് ആണ് എഴുതി കൊടുത്ത നിങ്ങളെ പണി പോവും. ശാപം കിട്ടുന്നു. ഒപ്പിട്ട് കൊടുത്താലേ. നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് 10 റുപ്യ സാറേ. രാവിലത്തെ കയ്യിൽ നിന്ന് ഐശ്വര്യം.
ഈ 10 ഉറുപ്പിനെ കൊണ്ടൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ ഒരു 10 ഉറുപ്പ്യ കൊണ്ടല്ല, ഇങ്ങനെ കുറെ ആൾക്കാർ വാങ്ങണല്ലോ. ആ സന്തോഷം. ഓ എന്താ അത്? 2000 അല്ല, അതുകൊണ്ടല്ല. 2000 ഉറുപ്പ്യ കാണാനിട്ടല്ല. ഇത് ഈ രാവിലെ തന്നെ 10 ഉറുപ്പ്യന്റെ മുട്ടായി വാങ്ങിയിട്ട് 2000 ഉറുപ്പ്യ എന്ന് കഴിഞ്ഞാൽ ചില്ലറ വേണ്ട സാറേ. ഞാനെന്താ വേറെ ചേഞ്ച് ഇല്ല എന്റെ അടുത്ത്, എന്ത് ചെയ്യും? നിങ്ങൾ എന്താ അങ്ങനെ എനിക്ക് മുട്ടായി വേണ്ട. അങ്ങനെ പറയല്ലേ? കൈ നീട്ടാണ് രാവിലത്തെ കച്ചവടം. അത് മുടങ്ങി കഴിഞ്ഞ ഇന്നത്തെ ദിവസം തന്നെ പോയി പോവില്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം ചെയ്യാം. സാറ് ഒന്ന് ഇവിടെ നിൽക്കി. ഞാനത് ആ പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പ് പോയിട്ട് ഇത് ചില്ലറയാക്കിട്ട് ഇപ്പൊ ഓടി വരാം. ഞാനിവിടെ നിൽക്കേ. അല്ല, ഞാൻ വേഗം വരൂ. ഞാൻ വേഗം ഓടി വരും. നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓടി വരാം കേട്ടോ. സാറേ, ഞാൻ വരുന്ന വരെ നിങ്ങൾ ഇതൊന്ന് പിടിക്കും. ഒരു ഉദ്യോഗസ്ഥനാണോ ഞാൻ? നിങ്ങൾ ഉദ്യോഗസ്ഥനാണെന്ന് ഇതിലേ പോകുന്ന ആർക്കും മനസ്സിലാവില്ലാന്ന് നിങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊന്നും അവിടെ പിടിക്കി. ഞാനല്ലേ പറഞ്ഞ് ഒന്ന് പിടിക്കി. ഇത് പിടിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. പെട്ടെന്ന് ചേഞ്ച് ആക്കിയിട്ട് വേഗം വരും കേട്ടോ. ഞാൻ വരുന്നവരെ ആരെങ്കിലും ഇതിലെ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെറുങ്ങനെ ഒന്ന് കൂറമുട്ടായി ഒന്ന് വിളിക്കോ. എന്ത് തോന്നി നിങ്ങൾ എന്തെത്താന്ന് ചെറുത്താനെ കുരിശ് കാണിക്കാൻ മാതിരി നിങ്ങൾ അടുത്തേക്ക് പിടിക്കാതെ അടുത്തേക്ക് പിടിക്കേ. ഒന്ന് വിളിക്കടാ, ഇങ്ങോട്ട് നോക്കിയാണോ? ആ കൂറമുട്ടായി ഒന്ന് വിളിച്ച ഒന്ന് വിളിക്കും. കൂറമുട്ടായി. നിങ്ങളാരാ മമ്മൂട്ടിന്റെ അടിയനോ? ഇങ്ങനെ ഒന്നും വിളിക്കണ്ട. കൂറമുട്ടായി കൂറമുട്ടായി. ഒന്നുകൂടെ ലൈറ്റായിട്ട് ഇങ്ങനെ കേറി വട്ടെ. കൂറമുട്ടായി കൂറമുട്ടായി വരുന്നുണ്ട്. ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റാ. കൂറമുട്ടായേ കൂറമുട്ടായേ. കള്ളാ, പാട്ട് പഠിക്കുന്നുണ്ടല്ലേ? എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക. വീട്ടിലാരെങ്കിലും പാടുന്നവരുണ്ടോ? അമ്മ പാടും. അമ്മ പാടും. ആ ഒരു കഴിവ് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടോ? ഒറ്റ അടി ഞാൻ തരും. ഒന്നുകൂടെ വിളിച്ച കൂറമുട്ടായേ. കൂറമുട്ടായി അതാ ഇങ്ങനെ പോലെ കിടക്കുന്ന. ഒരു വര വരച്ചാ മതി, ഒരു വര വരച്ചാ മതി. 5 കൊല്ലായി ഞാനിത് വിട്ട്. നിനക്കിത്ര നന്നായിട്ട് വിളിക്കാൻ പറ്റിയില്ല. അടിപൊളി, ഞങ്ങള് സൂപ്പറാവും. ഒന്ന് വിളിച്ച കൂറമുട്ടായേ. ഞാൻ പമ്പിൽ പോയിട്ട് വേഗം വരേ. വേഗം വരണേ കൂറമുട്ടായേ. ഒരൊറ്റ വര വരച്ചാ മതിയേ. കൂറമുട്ടായേ. ഒരൊറ്റ വര വര. ആരാന്ന് പറയും? നീ ആരാന്ന് പറയും? ഞാൻ എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. എന്നിട്ട് സർക്കാരിനെ ജനങ്ങളെ പറ്റിച്ച് ഇവിടെ വന്നിട്ട് സൈഡ് ബിസിനസ്സായി കൂറമുട്ടായി വിൽക്കുക. 7,000 ശമ്പളം ഉണ്ട്. എന്നിട്ട് ഈ പണി ചെയ്യുന്നില്ല അവിടെ. ഞാനല്ല ഇതിന്റെ ആള്. എനിക്കിത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. എന്താ പറയാൻ പോണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തന്റേതല്ല, ഇത് മറ്റൊരാളുടേതാണ്. അയാൾ നിന്നെ ഏൽപ്പിച്ചതാണ്. അയാൾ അങ്ങോട്ട് പോയതാണ്. ഇതൊക്കെ പോലെ പെട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായോ? അതിന് പണി പോകും. സാർ ഒരിക്കലും പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഈ സത്യം ഒന്നും പറയണ്ടോ? എടാ, നമ്മൾ ഈ മെഡിക്കൽ ലീവ് എടുത്തിട്ട് നമ്മൾ ഓഫീസിലെ ക്ലർക്ക് ഓളെ പേരെന്താ? രാധാമണി കൊണ്ട് ടൂർ പോയ ആളല്ലേ? ഈ ടൂറ് പോയത് ഞാൻ അച്ഛൻ മരിച്ചിട്ട്. അച്ഛൻ മരിച്ചിട്ട് വീട്ടിലേക്ക് ഉണ്ടായതല്ലേ? അച്ഛൻ മരിച്ചിട്ട് ഹൗസ് ബോട്ടിലാണോ പോയത്? അത് പെട്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരു ഷോക്കായി പോയല്ലോ എന്ന് വിചാരിച്ചു. എന്റെ കുടുത്തക്കിടക്ക് അവിടെ ചണ്ട ഉടായ്പാടോ ചേട്ടോ. ഇത് എനിക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായോ? ഇതെന്താന്ന് അറിയാം? മൊബൈൽ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ? അതിന്റെ ഉള്ളിൽ ബാറ്ററി. എടോ, ഇതിന് ഡിജിറ്റൽ തെളിവാ. ഡിജിറ്റൽ തെളിവ്. ഈ കൂറമുട്ടായി വെക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവാ. ഈ റിപ്പോർട്ട് ചെയ്യും. എന്റെ പണി പോകും. സാറെ ചെയ്യരുത് പ്ലീസ്. ഞാൻ കാര്യം വിളിക്കാം സാറേ. നേരത്തെ വിളിച്ചോന്ന് വിളിച്ചേ. എന്ത് നേരത്തെ വിളിച്ചോന്ന് വിളിക്കണോ? തെറിയോ? തെറിയാണോ? ഇത് നേരത്തെ വിളിച്ചില്ലേ? കൂറമുട്ടായി. അത് വിളിച്ചു. കൂറമുട്ടായി. അങ്ങനല്ലല്ലോ വിളിച്ചേ. കുറച്ചുകൂടെ നന്നായിട്ട് വിളിക്കും. കൂറമുട്ടായേ. ഏകദേശം അടുത്ത് വരുന്നുണ്ട്. ഒന്നുകൂടി വിളിക്കും. വിളിക്കാം. കൂറമുട്ടായേ. കാലാകാലത്ത് പിടിച്ച് ഇവിടെ നിന്നിട്ട് കൂറമുട്ടായി വിൽക്കാം. ജോലി കൂലി എന്ന് പറഞ്ഞ ഓഫീസിലെ പണി കയറും. മനസ്സിലായോ? അയ്യോ, എന്റെ പണി പോയല്ലോ. അന്നേരക്കാലം വരുന്നില്ലല്ലോ. കൂറമുട്ടായേ.
കൂറമുട്ടായിക്കോ വന്നില്ല ഞാനോ അന്നെ അവിടെ എവിടെയോ കണ്ടുപോയിക്കോ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പുറമുട്ടായി വിൽക്കലല്ലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂറമുട്ടായിക്കല എന്നെ എവിടെയോ നല്ല കണ്ട പരിചയമുണ്ട് ഈ കുറ്റ്യാടി ഭാഗത്ത് കൊണ്ടാണ് വന്നില്ല ആ വന്നിട്ട് വന്നില്ല ഞാൻ എവിടെയോ ഒരു കണ്ട പരിചയം അമ്പിളി നടന്ന പോലെ ഓ ഏകദേശം ഉറപ്പിച്ച വാങ്ങിയെന്നെ ഞാനാരാ മനസ്സിലായോ ഇല്ല ഞാൻ അമ്പിളിന്റെ മാമനാ ആ അമ്പടി മാമനോ ആ അമ്പിളി മാമൻ താമര അമ്പിളി എന്തുണ്ട് ഞാൻ എന്നെ കണ്ട വലിയ കുറവുണ്ടായില്ലേ അയ്യോ ഞാൻ ഇത് ഒരാളിനെ ഏൽപ്പിച്ചു പോയതാ എന്നെ പലരും പലതും ഏൽപ്പിച്ചു എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പണി ഞാൻ സെയിൽ ടാക്സിൽ സെയിൽ ടാക്സിലില്ലേ ആ മനസ്സിലായി ഇപ്പൊ ഈ സെയിൽ ചെയ്യുന്നതാണിത് അയ്യോ ഇത് ഇന്റെ നല്ലത് അതിന്റേതല്ല ആരാണ്ടാ ഇമ്മാതിരി ഉടായ്പ പത്താൻ പറഞ്ഞ് എന്റേതാന്നറിയില്ലേ വല്ലാത്തൊരു സാധനം അവിടെ പൗഡർ ഇട്ടുകാണ്ട് നല്ല ചൊങ്കലായി വന്നിട്ട് അയ്യോ അല്ല കല്യാണം ഉറപ്പിക്കണ്ടോ കല്യാണം ഞാൻ നന്നായിട്ട് ഉറപ്പിച്ചേരാം ഇപ്പൊ തന്നെ ഉറപ്പിച്ചേരാ കേട്ടോ ഇവിടെ വന്ന് കൂറമുട്ടായി എനിക്ക് 10,000 ശമ്പളം 60,000 റുപ്യ എന്റെ വീട്ടിൽ കൊണ്ടുവരാൻ ചെറുക്കാട് കൂടാ എന്നാ ഞാനുണ്ടല്ലോ കാണിച്ചത് എന്ത് തണ്ടി വടപ്പം മരപ്പട്ടീന്റെ മുഖമായിട്ട് കുട്ടിക്ക കൂറമുട്ടായി ഹലോ ഞാനാണ്ടി അലിയനാ അലിയനോടെ കൊടുക്ക് പറയില്ലേ ചെറുക്കാട് കൂടാൻ കല്ലു പിടിച്ചെത്തി ഞാൻ വലിയ സുഖം അത് പിടിച്ചെത്തി പിന്നെ ഇവിടെ അവിടെ പെണ്ണാണാൻ പറ്റിയില്ലേനാ ആ ചെക്കൻ ഓന്റെ കഥ മോനെ ഞാൻ ഓന്റെ കഥ അറിയോ ഞാനിതിലെ ഇങ്ങനെ ഒരു പീഡിയത്തിന് സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഇമ്പളവിടെ മറ്റേ സെയിൽ ടാക്സിന് സെയിൽ ടാക്സിനാ എന്തേലും പണി സെയിൽ ടാക്സ് ആ സെയിൽ ടാക്സിന് പണിയുണ്ട് 60,000 70,000 ശമ്പളം ഉണ്ട് തന്നില്ല ഓനെന്താ പണിന്നറിയോ നടു റോട്ടുമേല് മിണ്ടാണ്ട് പോടാവുന്നത് നിങ്ങളല്ല കേട്ടോ നിങ്ങളല്ല ഓന് നടു റോട്ടുമേല് കൂറമുട്ടായി നിൽക്കുക ആ എന്തേലും ഗവൺമെന്റ് എന്റെ 70,000 ഉറുപ്പ്യാന്നൊക്കെ ഉളുപ്പില്ലാത്ത ചൂലൈ ആ നമുക്ക് വേണ്ടട്ടോ അത് എത്തിക്കാണ് അത് ഇവിടുത്തെ മിണ്ടാണ്ട് മോതിരം മാറിയിട്ടല്ലോ ആ മോതിരം കൊണ്ട് ഊരി വലിച്ചേക്കല്ല കടറേ കേട്ടോ ആ വേണ്ട നിർത്തിക്കാലോ വേണ്ടട്ടോ ഞാൻ കണ്ടോ നന്നായി എന്തിനാ അല്ലെങ്കിൽ നമ്മളെ മോളെ സ്ഥിതി എന്തേലും കാലാകാലം കൂറമുട്ടായി നിന്ന് ജീവിക്കണ്ടില്ല നിർത്തിക്കാലോ എന്ത് പണിയാണ് ചെയ്തത് എന്താണ് ഞങ്ങളെ ആനയും അമ്പാരിയൊക്കെയുള്ള തറവാട്ടാര് അവിടേക്കാണ് എന്റെ കൂറായിട്ട് വരുന്നത് നടക്കൂല മോനെ എന്നുണ്ടല്ലോ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും എന്റെ സത്യാവസ്ഥയോ ബ്രഹ്മശിഷ്ട അവസ്ഥയൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്റെ കല്യാണം കൂടെ വെച്ച് എന്നെ കണ്ടതന്നെ വലിയ കിട്ടല എന്താണ് പച്ച ഷർട്ടും കറുപ്പും പാന്റും കയ്യുമേൽ എന്താ കൂറമുട്ടായി ഇല്ലേ ഉളുപ്പില്ലാത്ത ചൂല എനിക്ക് കണ്ടില്ല പറമ്പില് പെണ്ണിന് നന്ദി വന്നാൽ ചവിട്ടി നീളം വെച്ചാണ് ചോറാൻ പണി പോയി ഹലോ കൂറമുട്ടായി നിങ്ങളത് തന്നെ കരയുന്നത് ഊറമുട്ട ഇങ്ങനെ കരഞ്ഞിട്ട് നോക്കിയാലോ ഞാൻ വാങ്ങുന്നുണ്ട് നിങ്ങൾ കരയണ്ട നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചല്ലോ പക്ഷെ നിങ്ങൾ സങ്കടം കണ്ടിട്ട് ഒരു കാര്യം നിങ്ങൾ ഒരു പാക്കറ്റ് തന്നേ എത്ര വിഷയം 10 അല്ല ഞാൻ 20 തരാം കേട്ടോ ഒന്നുകൂടി എടുത്തോ കരയില്ല നിങ്ങൾ ഇങ്ങനെ വലിയ പോലത്തെ മനുഷ്യൻ ഇങ്ങനെ നടുറോട്ടുന്ന് കരയാ അവസ്ഥക്ക് മനസ്സിലാവില്ല ഇതൊക്കെ രക്ഷപ്പെടൂ കൂറമിട്ടായി ആദ്യം ബുക്കും പിന്നെ നമുക്ക് വേറെ ലെവലിലേക്ക് പോവാ കേട്ടോ കരയല്ലേ ബാക്കി കൊണ്ട് ചില്ലറില്ല 2000 അല്ലേ ഇതില്ല ഈ ചില്ലറല്ലേ അത് എന്റെ അടുത്ത് വേറെ ഒന്നുമില്ല അതുകൊണ്ടാ അയ്യോ എന്താ ചെയ്യാ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാനിതാ കാണുന്ന പെട്രോൾ പമ്പ് പോയിട്ട് അത് ചില്ലറയായിട്ട് വരാം വേഗം വരൂ ഞാൻ വേഗം വരും എനിക്കൊരു ബൈക്ക് പോകാനുള്ള ഓ ഞാൻ വേഗം വരും കേട്ടോ പെട്ടെന്ന് വരണേ അല്ല അതെ ആ നിങ്ങൾ ഞാൻ ഇതായിട്ട് പോട്ടെ ഇതൊന്ന് പിടിച്ചത് ഇത് ഞാൻ പിടിക്കണോ ആ അത് ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഞാൻ വേഗം വരും അതല്ലേ പിന്നെ പെട്ടെന്നാവും നിങ്ങൾ എന്തായാലും പിടിച്ചിട്ടല്ലേ ആ ഒന്ന് കൂറമുട്ടായി ഒന്ന് വിളിക്കണം ഞാൻ വിളിക്കണോ ആ അത് വേണോ വെറുതെ എന്റെ കച്ചവടത്തിന്റെ ഞാൻ വിളിക്കാം നിങ്ങളെ സങ്കടം കണ്ടിട്ട് ഞാൻ എന്ത് വേണേ വിളിച്ചത് ഒന്ന് വിളിക്കണേ കൂറമുട്ടായി അങ്ങനെയല്ല
കൂറമുട്ടായേ കൂറമുട്ടായേ വീട്ടിലാരെ പാടും? അമ്മ വീട്ടിൽ മൊത്തം പാട്ട് ഞാൻ ചെറുതായിട്ട് പാടും. ഒന്നുകൂടി വിളിക്ക്. കൂറമുട്ടായേ എന്റെ കൂട്ടത്തില് ഒറ്റ വര വരച്ചാ മതിയേ. ഒറ്റ വര വരച്ചാ മതിയേ. അടിപൊളി. ഒരു വര വരച്ചാ മതി. പൂറ നിൽക്കുവാണ്. ഭാര്യ നിൽക്കോ? ഭാര്യ നിൽക്കില്ല. എല്ലാരും അല്ലേ? എന്നാ നിങ്ങൾ വേറെ ചില്ലറാക്കി വരിക. പെട്ടെന്ന് വരണേ. ഏട്ടാ ഒന്ന് ഒറ്റ മിനിറ്റ്. നിങ്ങളൊരു ലോട്ടറി എടുക്കണം കേട്ടോ. നിങ്ങൾ ആളെ വരെ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇതാ കറക്റ്റ് 10 ഉറുപ്പ്യന്റെ ഗീസർ ഉണ്ടായി. അങ്ങനെ എനിക്ക് 2000 കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ വിളിച്ചോട്ടെ ഞാൻ പോട്ടെ. കൂറമുട്ടായേ